ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ഈ വചന ശുശ്രൂഷയിൽ പങ്കുചേരാം. എത്രയോ വലിയ കരുതലോടെയും സ്നേഹത്തോടെയുമാണ് ഈശോ നമുക്ക് വേണ്ടിയിട്ട് ഓരോ ശുശ്രൂഷയും ഒരുക്കി വയ്ക്കുക. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ശാലോമിനെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയാം. ഈ വചന വിരുന്ന് ലോകമെമ്പാടും എത്തിക്കുവാൻ സഹായിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയാം. നമ്മുടെ ഭവനത്തിലേക്ക്, നമ്മളായിരിക്കുന്ന ഇടങ്ങളിലേക്ക് ഈ വചനം എത്തിച്ചു തരുന്ന ഈശോയുടെ വലിയ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയാം. കർത്താവേ, ഈ സമയത്ത് അങ്ങ് തരുന്ന വചനം ഹൃദയത്തിൻ്റെ ആഴത്തിൽ സ്വീകരിക്കാനുള്ള കൃപ തരണമേ. വചനം ഞങ്ങൾക്ക് മാനസാന്തരത്തിൻ്റെയും വിശുദ്ധീകരണത്തിൻ്റെയും ആത്മസന്തോഷത്തിൻ്റെയും കാരണമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഈശോയെ, പരിശുദ്ധ അമ്മയിലൂടെ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ കേൾക്കണമേ. സകല വിശുദ്ധരെ, മാലാഖമാരെ, അമ്മേ മാതാവേ, ഈ സമയം ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിച്ച് സ്വർഗീയ കൃപകൾ ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഈശോ നമ്മുടെ കൂടെ നടക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വലിയ സന്തോഷം ഉണ്ടാകും. ഇവിടെ ദൈവത്തിൻ്റെ ഒരു തിരുവചനമുണ്ട്, 115 സങ്കീർത്തനം, അതിൻ്റെ 12 തിരുവചനം പറയുകയാണ്, കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. കർത്താവിന് നമ്മെക്കുറിച്ചൊരു വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. സഹോദരങ്ങൾ, ഇത് വലിയൊരു പ്രത്യാശയുടെ വചനമാണ്. കർത്താവ്, നമ്മുടെ ദൈവം, നമ്മളെക്കുറിച്ച് വിചാരമുള്ള, ചിന്തയുള്ള ഒരു ദൈവമാണ്. നിങ്ങളൊന്നിങ്ങനെ ചിന്തിച്ച് നോക്കുകയും ഒരു അമ്മയും കുഞ്ഞിനെ ഒന്ന് ഭാവനയിൽ കാണുക. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെയുള്ള ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്ന് ഓർക്കുക. ഒരു അമ്മ, തീരെ ചെറിയൊരു കുഞ്ഞ്, 2-3 വയസ്സുള്ള ഒരു കുഞ്ഞ് ആ അമ്മയ്ക്കുണ്ടെങ്കിൽ ആ അമ്മ എന്ത് ജോലി ചെയ്താലും ആ അമ്മയുടെ ചിന്ത കുഞ്ഞിലായിരിക്കും, അല്ലേ? കുഞ്ഞ് എവിടെ പോകുന്നു, അങ്ങോട്ട് പോകുന്നു, അമ്മയുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. ഈ കുഞ്ഞിൻ്റേതായ ചില കാര്യങ്ങൾ അതിലേക്ക് കളിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തോ ഒക്കെ നടക്കുമായിരിക്കും. പക്ഷെ എപ്പോഴും അമ്മയുടെ ശ്രദ്ധ കുഞ്ഞിലായിരിക്കും. ഇനി നേരെ കൺമുമ്പിൽ കാണാൻ പറ്റുന്നിടത്ത് അല്ലെങ്കിൽ പോലും, അമ്മ അടുക്കളയിലും കുഞ്ഞ് വേറൊരു മുറിയിലുമാണെങ്കിൽ പോലും അമ്മയുടെ ശ്രദ്ധ കുഞ്ഞിലായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു അനക്കം, എന്തെങ്കിലും ഒരു ചെറിയ സ്വരം കുഞ്ഞിൻ്റെ അടുത്ത് നിന്ന് ഉണ്ടായാൽ പെട്ടെന്ന് അമ്മ അതറിയുക. ഇതെന്താ? ഇത് ആ കുഞ്ഞിനെക്കുറിച്ച് അമ്മയ്ക്കൊരു വിചാരമുള്ളതുകൊണ്ടാണ്. എപ്പോഴും ഈ കുഞ്ഞിനെക്കുറിച്ച് അമ്മയ്ക്ക് വിചാരമുണ്ട്. ഇത് തീരെ ചെറിയ കുഞ്ഞിനെക്കുറിച്ചല്ല, വളർന്നു വരുമ്പോഴും ഈ കുഞ്ഞിനെക്കുറിച്ച് അമ്മയ്ക്ക് എപ്പോഴും ഒരു വിചാരമുണ്ട്. ചിലപ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ചില കുട്ടികളിലൊക്കെ ദുസ്വഭാവങ്ങൾ, ചില എന്താ പറയുക, മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്ത ചില രീതികളൊക്കെ ഉണ്ടല്ലോ. അതിനെക്കുറിച്ചൊക്കെ മറ്റുള്ളവർ കംപ്ലൈൻറ്റ് പറയുമ്പോൾ ചില നല്ല സ്നേഹമുള്ള അമ്മമാരിൽ ഞാൻ കേട്ടിരിക്കുന്നത്, അവർ പറയും, അച്ഛാ, എൻ്റെ മോനല്ലേ, ഇവൻ എങ്ങനെ ആയിത്തീർന്ന് എനിക്കറിയത്തില്ലേ, ഇവൻ ഗർഭത്തിലായിരുന്നപ്പോൾ ഞാൻ കടന്നുപോയ പ്രതിസന്ധികൾ, അത് പിന്നെ ജനിച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞിനുണ്ടായ ചില പ്രതിസന്ധികൾ, ഇതൊക്കെ എനിക്കറിയാവുന്നത് കൊണ്ട് എനിക്ക് ആ കുഞ്ഞിനെ കുറ്റപ്പെടുത്താൻ പറ്റിയല്ല. എൻ്റെ മകനെ അല്ല എൻ്റെ മകളെ എനിക്ക് കുറ്റപ്പെടുത്താൻ പറ്റുന്നില്ല, കാരണം എനിക്കറിയാം എങ്ങനെയാണ്. ഇവിടെ കർത്താവിന് നമ്മളെക്കുറിച്ചൊരു വിചാരമുണ്ട്. കർത്താവ് നമ്മളെ അറിയുന്നുണ്ട്. നമ്മുടെ ബലഹീനതകളിലാണെങ്കിലും നമ്മളുടെ കൃപയുടെ അവസ്ഥയിലാണെങ്കിലും എവിടെയാണെങ്കിലും കർത്താവിന് നമ്മളെ അറിയാവുന്നത് കൊണ്ട് ഇവിടെ ദൈവത്തിൻ്റെ തിരുവചനം പറയുകയാണ്, അവിടെ നമ്മളെ അനുഗ്രഹിക്കും. നമ്മളെക്കുറിച്ച് വിചാരമുണ്ട്. നമ്മൾ കഷ്ടതയിൽ അകപ്പെടുമ്പോൾ നമ്മളെക്കുറിച്ച് വിചാരമുണ്ട്. നമ്മൾ സന്തോഷിക്കുമ്പോൾ നമ്മളെക്കുറിച്ച് ദൈവത്തിന് വിചാരമുണ്ട്. നമുക്ക് ബലഹീനതകളുള്ളപ്പോൾ നമ്മളെക്കുറിച്ച് ദൈവത്തിന് വിചാരമുണ്ട്. ഈ വിചാരമുള്ള ദൈവം നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. ഈ പ്രത്യാശയാണ് സഹോദരങ്ങളെ നമ്മളെ നയിക്കേണ്ടത്. ഇവിടെ ദൈവത്തിൻ്റെ തിരുവചനം പറയുകയാണ്, സങ്കീർത്തന പുസ്തകം 37 അധ്യായം, അവിടെ ജീവിതം കർത്താവിനെ ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. നോക്കി, കർത്താവിന് നമ്മളെക്കുറിച്ചൊരു വിചാരമുണ്ട്. ആ വിചാരമുള്ള ദൈവം നമ്മളെ കൈവിട്ട് കളയുകയില്ല. ഇതാണ് സങ്കീർത്തകൻ നമ്മൾക്ക് തരുന്ന ഒരു പ്രത്യാശ.
അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം ഇതാണ്, നമ്മൾ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ എന്തായിരുന്നാലും അവിടെ ഈശോ നമ്മളെ സഹായിക്കാനുണ്ട്. കർത്താവിന് നമ്മളെക്കുറിച്ച് എപ്പോഴും ഒരു വിചാരം ഉണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ അത് ഈശോ പറയുന്നത് വേറൊരു കോണ്ടെക്സ്റ്റിലാണ്, എങ്കിലും നമ്മൾ ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ വചനം ഒന്ന് എടുക്കുകയാണ്. ഇവിടെ പറയുകയാണ്, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായം 19 മുതൽ 21 വരെ തിരുവചനങ്ങളിൽ 21-ാമത്തെ തിരുവചനം, ഭൂമിയിലെ നിക്ഷേപങ്ങളിൽ കണ്ണുവയ്ക്കാതെ യഥാർത്ഥ നിക്ഷേപം സ്വർഗത്തിൽ സൂക്ഷിക്കുക എന്ന് പറയുന്ന വചനഭാഗമാണ്. പക്ഷെ അവിടെ 21-ാമത്തെ തിരുവചനം പറയുകയാണ്, നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയവും. നോക്കിക്കേ, നമ്മളുടെ നിക്ഷേപം, നമ്മൾ ഏറ്റവും വിലമതിക്കുന്നത്, നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്നത് എന്തോ അവിടെയായിരിക്കും നമ്മുടെ ചിന്ത. അമ്മ ഏറ്റവും സ്നേഹിക്കുന്നത് തൻ്റെ കുഞ്ഞിനെ ആയതുകൊണ്ട് എപ്പോഴും അമ്മയുടെ ചിന്ത ആ കുഞ്ഞിനെക്കുറിച്ചാണ്. നിങ്ങൾ സെബദീപുത്രന്മാരുടെ ഒരു അഭ്യർത്ഥന നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. പലപ്പോഴും സെബദീപുത്രന്മാരുടെ അഭ്യർത്ഥന വായിക്കുമ്പോൾ നമുക്ക് അവരെക്കുറിച്ച് എന്താ പറയുക, ഒരു പരിഭവമല്ലേ തോന്നാറ്. ഈവൻ ആ മറ്റു ശിഷ്യന്മാർക്ക് പോലും സ്ലീഹന്മാർക്ക് പോലും അതൊരു പരിഭവമാണ് അവർ തോന്നുന്നത്, ഇതെന്താ ഇവരിങ്ങനെ പറയുന്നതെന്നൊക്കെ. പക്ഷെ ഞാൻ ആ അമ്മയെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ആ അമ്മയുടെ ചിന്ത, ഓക്കെ ശരിയോ തെറ്റോ അവർ ചോദിച്ചത്, അത് വേറൊരു വശം. പക്ഷേ ആ അമ്മയുടെ ആലോചന എപ്പോഴും മക്കളെക്കുറിച്ചാണ്. ഈ മക്കൾക്ക് നന്മയുണ്ടാകാൻ, ഈ മക്കൾക്ക് അതുകൊണ്ട് ഇവിടെ വചനം പറയുകയാണ്, നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയവും. അപ്പം അമ്മ നിക്ഷേപിച്ചിരിക്കുന്നത് കുഞ്ഞിലാണ്, മകൻ അല്ലെങ്കിൽ മകൾ. അവിടെയാണ് ചിന്ത മുഴുവൻ കിടക്കുന്നത്, ഹൃദയം മുഴുവൻ കിടക്കുന്നത്. എന്നതുപോലെ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ചിന്ത, ദൈവത്തിൻ്റെ നിക്ഷേപം നമ്മളിലാണ്. ഈശോയുടെ നിക്ഷേപം നമ്മളിലാണ്. നമ്മളാണ് ദ ട്രഷേഴ്സ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ ഏറ്റവും അമൂല്യമായ നിക്ഷേപങ്ങളാണ് നമ്മൾ. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഹൃദയം നമ്മുടെ അടുത്താണ്. അതുകൊണ്ടല്ലേ കുരിശിൽ ഹൃദയം, അല്ലെ മരണശേഷവും ഹൃദയം കുത്തിത്തുറക്കപ്പെടാനും, അങ്ങനെ കുത്തിത്തുറക്കപ്പെട്ട ഹൃദയത്തിൽ നിന്ന് കൂദാശകൾ, സഭാപിതാക്കന്മാർ പറയുന്ന പോലെ കൂദാശകൾ നമുക്ക് വേണ്ടി ഒഴുക്കാനും ഈശോ അനുവദിച്ചത്. നോക്കിയേ, ദൈവത്തിൻ്റെ ഹൃദയം നമ്മുടെ കൂടെയാണ്. നമ്മൾ തിരിച്ചറിയുന്നിടത്താണ് നമ്മൾ ഈശോയിൽ പരിപൂർണമായി ആശ്രയിക്കുന്ന വ്യക്തികളായിട്ട് മാറുക. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയവും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മൾ എപ്പോഴും ഈ ദൈവികമായ കരുതലിനെക്കുറിച്ച് ചിന്തയുള്ളവരോ ബോധ്യമുള്ളവരായിരിക്കണം. ദൈവികമായ കരുതൽ, ദൈവം നമ്മളെ കരുതുന്നുണ്ട്. ഏത് സാഹചര്യത്തിലും ദൈവം നമ്മളെ കരുതുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ തിരുവചനം പറയുകയാണ്, സങ്കീർത്തനം 55:22, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളൂ. നീതിമാൻ കുലുങ്ങാൻ ദൈവം അനുവദിക്കുകയില്ല. നിന്റെ ഭാരം നീ കർത്താവിനെ ഏൽപ്പിക്കണം, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. കാരണം എന്താ? അവിടുത്തേക്ക് നിന്നെക്കുറിച്ച് വിചാരമുണ്ട്. നിങ്ങൾ പുതിയ നിയമത്തിൽ, അതായത് സുവിശേഷത്തിലെ ഈശോയുടെ ചില പ്രവർത്തികളെക്കുറിച്ച് നമ്മളൊന്ന് ധ്യാനിച്ച് നോക്കിക്കേ. ആരും ചെന്ന് ചോദിക്കാതെ ഈശോ പ്രവർത്തിക്കുന്ന ചില പ്രവർത്തികളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ചിലയിടങ്ങളിൽ, മിക്കവാറും സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നത്, ഒന്നുകിൽ രോഗികൾ ഈശോയുടെ അടുത്ത് പോയി അപേക്ഷിക്കും, അല്ലെങ്കിൽ ചിലർ രോഗികളെ അങ്ങോട്ട് കൊണ്ടുവരും. അതുമല്ലെങ്കിൽ ചിലർ വന്ന് രോഗികളെക്കുറിച്ച് ഈശോയോട് പറയും. ശതാധിപൻ തൻ്റെ വൃത്തിനെക്കുറിച്ച് വന്ന് പറഞ്ഞു. തളർവാദ രോഗിയെ കുറച്ച് പേര് എടുത്തുകൊണ്ട് വന്നു, മേൽക്കൂരയിളക്കി താഴേക്ക് കൊണ്ടുവന്നു. ചിലർ വന്ന്, ഇപ്പോൾ കുഷ്ഠരോഗി, കർത്താവെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്താൻ പറ്റും, കർത്താവെ ദാവീദിന്റെ പുത്രൻ കനിയണമേ, അന്ധന്മാരുടെ പ്രാർത്ഥന. അങ്ങനെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന സാഹചര്യങ്ങളിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർ മധ്യസ്ഥം വഹിക്കുന്ന സാഹചര്യങ്ങളിൽ ഈശോ അനുഗ്രഹിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ചിലയിടങ്ങളിൽ ഈശോ അങ്ങനെയല്ല ചെയ്യുന്നത്. ഈശോ അവരുടെ ആവശ്യം കണ്ടറിഞ്ഞ് അവരെക്കുറിച്ചുള്ള വിചാരം ഉള്ള ഒരു ദൈവത്തെ നമ്മൾ കാണുകയാണ്. ഉദാഹരണത്തിന്, നമ്മൾ ഒരു വിധവയുടെ ഏക സന്താനം, അതായത് ഭർത്താവും ഇല്ല, ആകെപ്പാടൊരു മകനേ ഉണ്ടായിരുന്നുള്ളൂ, ഭർത്താവില്ലാത്തതാണല്ലോ വിധവ, അവൻ മരിക്കുകയും ചെയ്തു. ഇനി ഈ വിധവ എങ്ങനെ ജീവിക്കും? ഒന്നുകിൽ ആ ഒരു വിധവയുടെ ഏക മകൻ മരിച്ചപ്പോൾ ആ ശവമഞ്ചം എടുത്തുകൊണ്ട് അവർ അടക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. അവിടെ ഇപ്പം ആരും പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല. അവർ പോകുന്ന വഴിക്ക് എന്നാൽ പിന്നെ ജായിറോസിൻ്റെ മകളെ ഉയർപ്പിച്ച് ഈശോയല്ലേ വരുന്നത്, എന്നാൽ പിന്നെ ഈശോയെ ഒന്ന് ഉയർപ്പിക്കണമെന്നൊന്നും ആരും അവിടെ പറഞ്ഞില്ല. പക്ഷേ അവളുടെ ഹൃദയവ്യഥ കണ്ടിട്ട്, അവളുടെ സങ്കടം കണ്ടിട്ട്, അവളെ അറിഞ്ഞ്
ഈശോ അവിടെ പോയി മഞ്ചലിൽ തൊടുകയാണ്. തൊട്ട സമയത്ത് അവരും മഞ്ചക്കാരൻ അതോടെ നിർത്തി. ഈശോ ആ ചെറുപ്പക്കാരനെ ഉയർപ്പിച്ചിട്ട് പറയുകയാണ്, ഇതാ നിൻ്റെ മകൻ, ഇവനെ കൊണ്ടുപോയിക്കോളാൻ പറയുകയാണ്. നോക്കിക്കേ, ദൈവത്തിന് നമ്മളെക്കുറിച്ച് വിചാരമുണ്ട്. നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിൽ, നമ്മുടെ ഞെരുക്കങ്ങളിൽ കർത്താവിന് നമ്മളെക്കുറിച്ചൊരു വിചാരമുണ്ട്. ഈ ബോധ്യം നമ്മളെ കൊണ്ടാവണം. അതുപോലെ ഈശോ നമ്മൾക്കറിയാം ലാസറിനെ ഉയർപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ അവിടെ നമ്മൾ ആദ്യത്തെ സാഹചര്യത്തിൽ നമ്മൾ കാണുന്നത് ലാസറിനെ മരിക്കാൻ അനുവദിക്കുന്ന ഒരു ദൈവത്തെ നമ്മളോട് കാണുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ സുവിശേഷത്തിൽ അവൻ 11-ാമത്തെ അധ്യായത്തിലാണ് നമ്മളത് കാണുക. വിശുദ്ധ യോഹന്നാൻ 11-ാമത്തെ അധ്യായത്തിൽ അവിടെ ആൾക്കാർ 2 കൂട്ടർ, അതായത് ഒന്ന് ഈ ലാസറിൻ്റെ സഹോദരങ്ങൾ, അവർ പറയുന്നുണ്ട്, സഹോദരിമാർ, അവർ പറയുന്നുണ്ട്, കർത്താവേ, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. 2 പേരും പറയുന്നുണ്ട്. 2 പേരും ഒരുമിച്ചല്ല പറയുന്നേ ഉള്ളൂ. 2 ഒക്കേഷനിൽ 2 സാഹചര്യത്തിൽ വെച്ച് പറയുകയാണ്, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു, ഞങ്ങളുടെ സഹോദരൻ മരിക്കില്ലായിരുന്നു. അതൊരു വശം. പിന്നെ രണ്ടാമത്തത് വിശുദ്ധ യോഹന്നാൻ 11:37 വചനം പറയുകയാണ്, അവരിൽ ചിലർ, അതായത് അവിടെ കൂടി നിന്നവർ, ഈശോ അവിടെ ചെന്ന് കല്ലറയിൽ ചെന്ന് ഇവരുടെ ഈ സങ്കടമൊക്കെ കണ്ടിട്ട് കണ്ണുനീർ പൊഴിക്കുകയാണ്. അപ്പോൾ കണ്ണുനീർ പൊഴിച്ച സമയത്ത് അവിടെ കൂടി നിന്നവരിൽ ചിലർ, നാട്ടുകാർ പറയുകയാണ്, അവരിൽ ചിലർ പറഞ്ഞു, അന്ധൻ്റെ കണ്ണു തുറന്ന ഈ മനുഷ്യന് ഇവനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ലേ? നോക്കിക്കേ. അപ്പോൾ അവിടെ പെട്ടെന്ന് നമ്മൾ നോക്കിയാൽ ഈശോ വേണമെങ്കിൽ പെട്ടെന്ന് ആ സമയത്ത് തന്നെ വന്ന് സുഖപ്പെടുത്തിയായിരുന്നെങ്കിൽ ഇത്രയും കഷ്ടപ്പാടും ദുഃഖവും ഒക്കെ ആ വീടിനുണ്ടാകുമായിരുന്നോ? അതുണ്ടാകുകയില്ലായിരുന്നു. പക്ഷെ എന്നാലും ഈശോയെ പറഞ്ഞത് എന്താണ്? ശിഷ്യന്മാരുടെ അടുത്ത് ആദ്യത്തെ 2-3 ദിവസം ഈ സഹോദരിമാർ ലാസറിൻ്റെ രോഗാവസ്ഥ അറിയിക്കാൻ വേണ്ടി ഈശോയുടെ അടുത്ത് ആളെ പറഞ്ഞു വിട്ടു. ഈശോ പോയില്ല. ആദ്യത്തെ 2-3 ദിവസം ഈശോ മൈൻഡ് ചെയ്യുന്നത് നമ്മൾ കാണുന്നില്ല. അതിനുശേഷം 4-ാം ദിവസം ആയപ്പോഴാണ് ഈശോ പറയുന്നത്, വാ നമുക്ക് പോകാം, ലാസറിൻ്റെ അടുത്ത് ബഥാനിയിലേക്ക് പോവാം, നമുക്ക് അവിടെ ചെന്നിട്ട് ലാസറിനെ ഉണർത്താം. അവൻ ഉറങ്ങുകയാണ്, നമുക്കതിനെ ഉണർത്താമെന്ന് പറയാം. നോക്കിയേ, ഇവിടെ ലാസറിനെ കുറിച്ച് ഈശോയ്ക്കൊരു ചിന്തയുണ്ട്. അവൻ മരിച്ച് ചീഞ്ഞു പോകേണ്ടവനല്ല. പക്ഷെ അവൻ്റെ മരണത്തിനും അതിൻ്റേതായ ഒരു ദൈവികമായ മാനമുണ്ട്, ദൈവികമായ അർത്ഥമുണ്ട്. ദൈവം അത് അനുവദിച്ചു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചില പ്രതിസന്ധികൾ അനുവദിക്കുന്നതിന് അതിന് ദൈവത്തിൻ്റെതായ ചില അർത്ഥങ്ങളുണ്ട്, ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ നിറവേറുന്നിടത്തോളം സമയം ദൈവം ചിലപ്പോൾ നമ്മുടെ കൂടെ ഈശോ നമ്മളെ കാണുന്നില്ല നമുക്ക് തോന്നുമായിരിക്കും. പക്ഷേ ഈശോയ്ക്ക് വിചാരമുണ്ട്. ഈ ലാസർ രോഗിയായി കിടന്നപ്പോഴും, ഈ ലാസർ മരിച്ചപ്പോഴും, ഈ ലാസറിനെ കൊണ്ട് അടക്കിയപ്പോഴും ഒക്കെ ഈശോ അതിനെക്കുറിച്ച് അറിവുള്ളവനായിരുന്നു. അതിനെക്കുറിച്ചൊരു വിചാരം ഉണ്ടായിരുന്നു. മരിച്ചു എന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു. മരിക്കുമെന്നും അറിയാമായിരുന്നു, മരിച്ചുവെന്നും അറിയാമായിരുന്നു, അടക്കിയെന്നും അറിയാമായിരുന്നു. അപ്പോൾ നോക്കിയേ, എല്ലാ സാഹചര്യങ്ങളിലും ഈശോയ്ക്കൊരു വിചാരമുണ്ട്. ഈ വിചാരം നമ്മൾ വിശ്വസിക്കണം. ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു വിചാരമുണ്ട്. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു ദൈവവചനമാണത്. സങ്കീർത്തന പുസ്തകം 115:12. ദൈവത്തിന്, കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. പ്രിയ സഹോദരങ്ങളെ, ഞാൻ എൻ്റെ മമ്മി മരിച്ചപ്പോൾ എന്നെ വളരെ സ്വാധീനിച്ച ഒരു കാര്യമാണ്. മമ്മി മരിച്ചു. ഒരു സാധാരണ സ്ത്രീ, ഞങ്ങളെ ഒക്കെ വിശ്വാസത്തിൽ വളർത്തി, കുറേ വിശ്വാസ കാര്യങ്ങൾ പഠിപ്പിച്ചു. എന്നല്ലാതെ അങ്ങനെ വലിയൊരു അതിവിശുദ്ധ എന്ന് മരിക്കുമ്പോഴേ സ്വർഗത്തിൽ പോകും എന്ന് വിചാരിക്കാൻ പറ്റുന്ന അങ്ങനെ വലിയൊരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ഹോളിനെസ് ഒന്നും, ഒരു വിശുദ്ധിയൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ അമ്മ സാധാരണ പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, കുർബാനകൾ മുടക്കാറില്ല, ജപമാല മുടക്കാറില്ല, കിട്ടുന്ന സമയത്തൊക്കെ ജപമാല ചൊല്ലുമായിരുന്നു. അങ്ങനെ ഒരു അമ്മ. അപ്പോൾ ഈ മമ്മി മരിച്ചപ്പോൾ വിശുദ്ധിയുടെ ഏത് തലത്തിലാണ് സ്വർഗത്തിലെത്തുന്നതെന്ന് ചില സമയത്തൊക്കെ ഈശോ ചില ബോധ്യങ്ങൾ തന്നിട്ടുള്ളത് കൊണ്ട്, അതായത് ഈശോ പറയുന്നുണ്ടല്ലോ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ, നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. അപ്പോൾ സ്നേഹത്തിൻ്റെ ആ ഒരു പരിപൂർണതയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ആ ഒരു പരിപൂർണത, സ്വർഗത്തിൻ്റെ പരിപൂർണതയിൽ നമ്മൾ എത്തിച്ചേരാതെ സ്വർഗത്തിൽ പ്രവേശിക്കുക സാധ്യമല്ലാത്തത് കൊണ്ടാണല്ലോ കർത്താവ് നമുക്ക് വേണ്ടി ഒരു ശുദ്ധീകരണ സ്ഥലം, കരുണയുടെ സ്ഥലം, നമ്മളെ വിശുദ്ധീകരിക്കാനുള്ളൊരു സ്ഥലം നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള ചിന്തകൾ ചിലപ്പോൾ മനസ്സിലോട്ട് വരുന്നുള്ളതുകൊണ്ട് മമ്മി മരിച്ച സമയത്ത് ഞാൻ ഈശോയോട് ഇങ്ങനെ സങ്കടപ്പെട്ട് പറഞ്ഞു, ഈശോയെ, മമ്മിയുടെ ആത്മാവിൻ്റെ സ്ഥിതി എന്തായിരിക്കും?
അതിൻ്റെ ഞാനിങ്ങനെ ഒരു മാനുഷികമായ ഒരു സ്ഥിതിയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഇങ്ങനെ മാനുഷികമായ ഒരു സാധാരണ മനുഷ്യനെ ജീവിച്ച ഒരു വ്യക്തിക്ക്, ഒരു വിശുദ്ധരായിട്ട് അൽഫോൻസോമാ കൊച്ചുത്രേസ്യയൊക്കെ മരിക്കുമ്പോൾ നമുക്കറിയാം അവർ സ്വർഗത്തിലേക്ക് നേരിട്ട് പോയവരാണ്. അപ്പോൾ അങ്ങനെ അല്ലാത്തൊരു സാധാരണ അവസ്ഥയിൽ മരിക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? സ്വർഗത്തിൽ പോകുക എന്നുള്ളത് എത്രയോ ഈ വിഷമസന്ധി ആയിരിക്കുമോ എന്നിങ്ങനെ ഞാൻ മരിച്ചടക്കം കഴിഞ്ഞ് വന്നിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാനിങ്ങനെ ബൈബിൾ തുറന്നപ്പോൾ ഈശോ എനിക്ക് തന്നൊരു വചനമുണ്ട്. ആ വചനം എനിക്ക് വലിയൊരു പ്രത്യാശ തന്നു. എല്ലാവരും സ്വർഗത്തിൽ പോകും നമ്മൾ പ്രതീക്ഷിക്കുന്നു, പക്ഷേ ആരും സ്വർഗത്തിൽ പോയിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനുള്ള അനുവാദം ഇല്ല. കാരണം എന്താ? അത് തിരുസഭ വിശുദ്ധരെ നാമകരണം ചെയ്യുമ്പോൾ മാത്രമാണ് ആ ഒരു ഉറപ്പ് നമുക്ക് തരിക. പക്ഷേ എങ്കിലും നമുക്ക് തന്നെ ഈശോ തരുന്ന ചില പ്രത്യാശകളുണ്ട്. ചിലരുടെ സ്വപ്നങ്ങൾ, ചിലർക്ക് കിട്ടുന്ന ചില ദൈവിക സ്വരങ്ങൾ, അതൊക്കെ ചില പ്രത്യാശകളാണ്. ഓക്കെ, ഇവിടെ ഈശോ തന്ന ഒരു വചനം ഇതാണ്. ഞാനിങ്ങനെ ഈ ഒരു സ്വർഗത്തിൽ പോകുമോ, മമ്മിയുടെ ആത്മാവിൻ്റെ സ്വർഗപ്രവേശനം എങ്ങനെയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അങ്ങനെ പ്രാർത്ഥിച്ചിങ്ങനെ ഇരുന്ന് പള്ളിയിൽ ഇരുന്നിട്ട് ഞാനിങ്ങനെ ബൈബിൾ തുറന്നപ്പോൾ ഈശോ തന്ന വചനമാണ് വിശുദ്ധ മത്തായി 19:26. വിശുദ്ധ മത്തായി 19:26 പറയുകയാണ്, യേശു അവരെ നോക്കി പറഞ്ഞു, മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. സഹോദരങ്ങളെ, ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം, അതായത് ദൈവത്തിന് വിചാരമുണ്ടെന്നുള്ളൊരു കാര്യം, അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഈശോ തന്നൊരു ഒരു ചിന്തയാണിത്. അതായത് നോക്കിക്കേ, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന് ഈശോ പറഞ്ഞിട്ട് പറയുകയാണ്, നമ്മളെക്കുറിച്ചൊരു വിചാരമുണ്ട്. അതായത് നമുക്ക് അസാധ്യമാകുന്നു തോന്നുന്ന കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ ഇടപെടലുണ്ട്. ഈശോ നമ്മളെക്കുറിച്ചുള്ള ഒരു ആലോചന, ഒരു ചിന്ത, ഒരു വിചാരം വെച്ച് പുലർത്തി നമ്മളെ സഹായിക്കും. ഇതാണ് പ്രത്യാശ. മരണത്തിൻ്റെ കാര്യം, സ്വർഗത്തിൽ പോകുന്ന കാര്യത്തിൽ മാത്രമല്ല സഹോദരങ്ങളെ, നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾ ചിലപ്പോൾ ബലഹീനതകളിൽ വീണ് കഷ്ടപ്പെട്ട്, പാപങ്ങളിൽ കഷ്ടപ്പെട്ട്, ഒരിക്കലൊരു സഹോദരനെ കണ്ടു, 15 ധ്യാനം കൂടി മദ്യപാനം നിർത്താൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരു പ്രാർത്ഥനയും ഒരു ചിന്തയും ഒരു ഓർമ്മയുമാണത്. 15 അദ്ദേഹം വന്ന് എന്നോട് പറഞ്ഞ സങ്കടത്തോടെ, കണ്ണുനീരോടെ ആ മനുഷ്യൻ പറയുകയാണ്, അച്ഛാ 15 ധ്യാനം കൂടി അച്ഛാ, ഇതുവരെ മദ്യപാനം നിർത്താൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് ആ മനുഷ്യൻ മദ്യപാനം നിർത്താൻ വേണ്ടിയിട്ട്. പക്ഷേ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല, എന്തോ കാരണങ്ങൾ കൊണ്ട്. അത് അല്ല ഇതിനകത്തെ വിഷയം. പക്ഷേ എന്താണെന്നറിയാമോ, ദൈവത്തിനൊരു വിചാരമുണ്ട്. ഒരു സമയത്ത് കർത്താവ് അദ്ദേഹത്തിൻ്റെ ആ ഒരു മദ്യപാനത്തിൽ നിന്നുള്ള ഒരു കെട്ടങ്ങട് അഴിച്ചു കൊടുക്കും. കർത്താവിന് വിചാരമുണ്ട്. എന്നാൽ ആദ്യമേ തന്നെ സംഭവിക്കാത്ത എന്തുകൊണ്ടാണ്? അതിനകത്ത് ദൈവത്തിൻ്റെതായ ചില പദ്ധതികളോ അല്ലെങ്കിൽ അതിൻ്റേതായ ചില തടസ്സങ്ങളോ കാണുമായിരിക്കും. ചില പ്രതിസന്ധികളോ ചില തടസ്സങ്ങളോ കാണുമായിരിക്കും. അല്ലെങ്കിൽ കർത്താവിൻ്റെതായ സമയം ഉണ്ടാകുമായിരിക്കും. ഇപ്പോൾ ലാസറിനെ ഉയർപ്പിച്ചത് അഴുകി തുടങ്ങിയതിന് ശേഷമാണ്. അപ്പോൾ അതുപോലെ ഓരോരുത്തർക്കും ഓരോ സമയം ദൈവത്തിൻ്റെ മനസ്സിലുണ്ടല്ലോ എന്ന് വിചാരിച്ച് ദൈവത്തിന് ചിന്തയില്ലെന്ന് നമ്മൾ വിചാരിക്കരുത്. കർത്താവിന് നമ്മളെക്കുറിച്ച് വിചാരമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ആധ്യാത്മിക ചാലകശക്തി. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിൽ ഈ ഒരു ചിന്ത കൊണ്ട് നടക്കുക. എന്നിട്ട് വിശുദ്ധ പത്രോസ് ശ്ലീഹ എഴുതിയ ലേഖനത്തിൽ നമുക്ക് ഈശോ പറഞ്ഞു തരുന്ന ഒരു വചനമുണ്ട്. അത് നമ്മൾക്കൊന്ന് കേൾക്കാം. എന്നിട്ട് അതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് ധ്യാനിച്ച് ഹൃദയത്തിൽ അത് ഉറപ്പിച്ച് ഈശോയുടെ തിരുസന്നിധിയിലേക്ക് നമ്മളെ തന്നെ കൊടുക്കാം. 1 പത്രോസ് 5:6 ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠതകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നമ്മളെ ശ്രദ്ധിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ നമ്മൾ നിൽക്കുക. ഇതാണ് പ്രധാനപ്പെട്ടത്. നമുക്ക് നമ്മളെ തന്നെ ഈശോയുടെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ പൂർണ്ണമായി സമർപ്പിച്ച് താഴ്മയോടെ എളിമയോടെ പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങേക്ക് ഞങ്ങളെക്കുറിച്ചൊരു ചിന്തയുണ്ട്, വിചാരമുണ്ടെന്നുള്ള ഉത്തമ ബോധ്യത്തിൽ വളരാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, വിശുദ്ധരെ, മാലാഖമാരെ കൂടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആവേ മരിയ.